നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലെ അനധികൃത കച്ചവടം. വീണ്ടും കച്ചവടക്കാരെ ഒഴിപ്പിച്ച് പോലീസ്. ആർക്കിയോളജി വകുപ്പിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി. ലോറി ഡ്രൈവറെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സംഭവത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. പുനലൂർ കുന്നിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. തെന്മലയിൽ ദേശീയപാതയിലായിരുന്നു സംഭവം. കശുവണ്ടി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളും ജീവിതോപാധികളും സംരക്ഷിക്കണമെന്ന ആവശ്യം. കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികളുടെ മാർച്ചും പ്രതിഷേധ സംഗമവും. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUC ആണ് സമരം സംഘടിപ്പിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഓഗസ്റ്റ് 26-ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കും 26-ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലായി കച്ചവടം നടത്തുന്ന അനധികൃത കച്ചവടക്കാരെ വീണ്ടും ഒഴിപ്പിച്ച് പോലീസ്. നേരത്തെയും പുനലൂർ നഗരസഭാ അധികൃതർ ഇവരെ ഒഴിപ്പിച്ചിരുന്നു. വീണ്ടും പാതയോരത്ത് കച്ചവടം പുനഃസ്ഥാപിച്ചവരെയാണ് പോലീസ് ഒഴിപ്പിച്ചത്. ഓണക്കാലമായതോടെ പുനലൂരിലെ റോഡുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് ട്രാഫിക് ബ്ലോക്കിന് കാരണമാകുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായ സാഹചര്യത്തിലാണ് പുനലൂർ പോലീസ് എത്തി വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. തൂക്കുപാലത്തിന് മുന്നിലും സമീപത്തുമായുള്ള നിരവധി വഴിയോര കച്ചവടക്കാരെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിച്ചത്. ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച പരാതിയെ തുടർന്ന് നഗരസഭ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്താണ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. തങ്ങൾക്ക് ആവശ്യമായ സ്ഥലം അധികൃതർ ഒരുക്കി നൽകാത്തതിനാലാണ് വീണ്ടും കച്ചവടം റോഡരികിൽ തന്നെ പുനഃസ്ഥാപിച്ചതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശൂരനാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനും ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ആക്രമണം. സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം ഉണ്ടായിരുന്നു. ശൂരനാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെയും ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുമാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മഹാത്മാ പ്രതിമ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ കൃത്യമായ ഇടപെടലുകൾ പാർട്ടി നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളായ ശശികുമാരൻ നായർ, ആർ ചന്ദ്രശേഖരൻ, പി വേണുഗോപാലക്കുറുപ്പ്, അനിൽ കാരിക്കാട്, പ്രസന്നൻ വില്ലാടൻ, അഞ്ജലി, എച്ച് അബ്ദുൽ ഖലീൽ, എസ് ശ്രീകുമാർ, അരുൺ ഗോവിന്ദ, ചൂർനാട് സുവർണൻ, നളിനാക്ഷൻ തുടങ്ങിയവർ കോൺഗ്രസ് ഓഫീസും ഗാന്ധി പ്രതിമയും സന്ദർശിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ശൂർനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജനൽ ചില്ലുകൾ ഉൾപ്പെടെയുള്ള ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അടിച്ചു തകർക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശൂർനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇവിടെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷമുണ്ടായിരുന്നു. അക്രമത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസിൻ്റെ പതാക ഉൾപ്പെടെ ഗാന്ധി പ്രതിമ ഉൾപ്പെടെ തകർക്കുകയും അതിനുശേഷം അർദ്ധരാത്രിയിൽ വീണ്ടും ആളുകളുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുന്ന സമീപനവുമായി മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ആഭാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട് പലരുടെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരം കഴിഞ്ഞ ദിവസം എഴുകോണിൽ സംഭവിച്ചു, കടക്കൽ സംഭവിച്ചു. കടക്കലിലെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു. ഇന്നലെ എഴുകോണിൽ ആക്രമിച്ചു. അങ്ങനെ പല ഭാഗങ്ങൾ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ഇത് കോൺഗ്രസ് നോക്കി നിൽക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ചവറ ഗ്രാമപഞ്ചായത്ത് സെയിം 130 നമ്പർ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. ശക്തി നൽകണം, സത്യധർമാതി
ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണിക്കാവ് വാർഡിലാണ് അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. C130 നമ്പർ അംഗനവാടിക്കാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ നിർവഹിച്ചു. നമ്മൾ ഓരോ വർഷവും പുതിയതായിട്ട് ഏറ്റെടുക്കുന്ന പദ്ധതികളെക്കാൾ കൂടുതൽ സ്പിൽ ഓവർ പദ്ധതികൾ നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് സ്പിൽ ഓവറിന്റെ എണ്ണമൊക്കെ കുറച്ച് നമുക്ക് പ്ലാൻ ഫണ്ടും ജനറൽ ഫണ്ടും ഒക്കെ ആയിട്ട് അനുവദിച്ചു വരുന്ന തുകകൾ 100% ചിലവഴിക്കുന്ന ഘട്ടത്തിലേക്ക് പഞ്ചായത്തിന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതിന് ICDS ചവറ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിലകൊണ്ടു. പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായിട്ട് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി. പഞ്ചായത്തിലെ ബാക്കി പൊതുവിലുള്ള എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെയാണ് പല അംഗൻവാടികളും ഈ പറഞ്ഞ അംഗൻവാടികൾ പലതും നേരത്തെ തുടങ്ങേണ്ടിയിരുന്ന അംഗൻവാടികൾ ഈ ഭരണകാലത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളിൽ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ കുട്ടികളുടെ സാമൂഹിക ജീവിതത്തിന് പുറത്തോട്ടുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ. ആ സമയം അവർ ചിലവഴിക്കുന്ന അംഗൻവാടികളിൽ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഒരു പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ കടമയാണ് എന്ന് വിശ്വസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം C വസന്തകുമാർ സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ നീതു ഷാരോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിത നദീർ, പഞ്ചായത്ത് അംഗം വിനോദ, അംഗനവാടി അധ്യാപിക ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം 24-ന് കരുനാഗപ്പള്ളി തറയിൽ മുക്കിന് സമീപം നടക്കും. രാവിലെ 10-ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുസമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഖില കേരള ധീവരസഭയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് 24-ന് രാവിലെ 10-ന് നടക്കുന്നത്. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ ഉദ്ഘാടനം നിർവഹിക്കും. കരുനാഗപ്പള്ളി തറയിൽ മുക്കിന് തെക്ക് ഭാഗത്തായാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിക്കും. KK ഭാസ്കരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA-യും അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA-യും നിർവഹിക്കും. കൊല്ലം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് ദേശീയവാദിക്ക് സ്ഥലം വിട്ടുകൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരാസ്ഥാന മന്ദിരം ഇല്ലാത്ത സാഹചര്യത്തിൽ തറയിൽ മുക്കിന് തെക്കുവശത്ത് ജംഗ്ഷൻ പടിഞ്ഞാറ് വശം തറയിൽ മുക്കിന് തെക്കുവശമായി 5 സെന്റ് സ്ഥലം വാങ്ങി ഏകദേശം 50 ലക്ഷം രൂപ മുതൽ മുടക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ആസ്ഥാന മന്ദിരം പണിതിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് വേണ്ടി ജില്ലയിലെ ധീവരസഭയുടെ കരയോഗങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന യാന ഉടമകളും നല്ലവരായ നാട്ടുകാരും സാമുദായിക പ്രേമികളും ഒപ്പം മാതാമൃതാനന്ദമയി മഠത്തിൽ നിന്നും മാതാമൃതാനന്ദമയി ദേവിയുടെ സഹായത്തോടും ഒക്കെയാണ് നമ്മൾ ഈ മന്ദിരം നിർമ്മിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ V ദിനകരൻ XMLA. ശ്രീ മുള്ളിക്കൽ രാജുവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്ഥാപക പ്രസിഡന്റായിരുന്ന ശ്രീ KK ഭാസ്കരൻ അവരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള KK ഭാസ്കരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് MLA, സഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ KK രാധാകൃഷ്ണൻ അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച KK രാധാകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ആലപ്പുഴ MLA ശ്രീ PP ചിത്തരഞ്ജനും നിർവഹിക്കുന്നതാണ്. മാതാ അമൃതാനന്ദമയി മഠം സന്യാസി ബ്രഹ്മചാരി ശരണാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി B പ്രിയകുമാർ, പ്രസിഡന്റ് രാജു മുള്ളിക്കൽ,
ബേബി കവിയിൽ എന്നിവർ അറിയിച്ചു. ജനങ്ങളുടെ ഒത്തൊരുമയുള്ള സഹകരണം, അതായത് കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്കവാറും ജീവന്മാരും മറ്റുള്ള ആളുകൾ ഒരു ഓഫീസ് വേണമെന്നുള്ള ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ 50-30 ലക്ഷം രൂപയുടെ കെട്ടിടം പണിഞ്ഞ് തീരാൻ കഴിഞ്ഞു. 5 സെന്റ് വസ്തുവും ഈ കരുനാഗപ്പള്ളി കാലാലയത്തിൻ്റെ വഴിയാണ് സ്ഥാപിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ, അതായത് ആശ്രമത്തിൽ നിന്നുള്ള നല്ലൊരു സഹകരണം, പല വ്യക്തികളിൽ നിന്നുള്ള നല്ല സഹകരണം കൊണ്ടാണ് ഇത് പെട്ടെന്ന് തീരാൻ സാധിച്ചത്. യോഗം നാളെ നടക്കുന്ന യോഗം, അതായത് ഞായറാഴ്ച നടക്കുന്ന യോഗം മാധ്യമപ്രവർത്തകരെല്ലാം യോഗത്തിലേക്ക് ഞങ്ങൾ സഹകരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് TR ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെമ്പാടും ഇന്നത്തെ ദിവസം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി ഇന്നിപ്പോൾ ഈ കരുനാഗപ്പള്ളി പട്ടണത്തിൽ അതിശക്തമായ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളം കണ്ടിട്ടില്ലാത്ത, കേരളത്തെ രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം. ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞതെന്താ? ഒരു നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ രാജിക്കായി. തനിക്ക് സ്വമേധയാ തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജി വെക്കുന്നത് എന്നുള്ള ആഭാസകരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല അദ്ദേഹം രാജിവെക്കേണ്ടത്. ധാർമ്മികമായ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട്ട് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഈ അവസരത്തിൽ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 24 മണിക്കൂർ പിന്നിടുമ്പോൾ 2-3 സ്ത്രീകൾ തങ്ങളെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ചു, തങ്ങളെ ഏതെല്ലാം രീതിയിൽ മാനസികമായും അല്ലാതെയുമുള്ള പീഡനങ്ങൾ നടത്തി എന്ന് പറയുകയാണ്. എന്തും ശുദ്ധ മര്യാദകേടാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് MLA ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BK ഹാഷിം അധ്യക്ഷത വഹിച്ചു. അബാദ് ഭാഷ, നിതീഷ്, S സന്ദീപ് ലാൽ, ഷിയാദ്, CB സുനിൽ, മഹേശ്വർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കശുവണ്ടി തൊഴിലാളികൾ കൊല്ലത്ത് മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി. കശുവണ്ടി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളും ജീവിതോപാധികളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സംഗമം. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUC ആണ് സമരം സംഘടിപ്പിച്ചത്. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സവൻ സത്യനും നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായ കേരള കശുവണ്ടി തൊഴിലാളികളുടെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ മാർച്ച് ഏതാനും നിമിഷങ്ങൾ. 25% ബോണസും 2% എക്സ്ഗ്രേഷ്യയും അനുവദിക്കുക, പ്രാവർത്തികമല്ലാത്ത 3650 ഹാജർ വ്യവസ്ഥ ഒഴിവാക്കി 10 വർഷത്തെ സർവീസ് മാനദണ്ഡം അടിസ്ഥാനമാക്കി PF പെൻഷൻ പുനഃസ്ഥാപിക്കുക, സീസണൽ തൊഴിലാളികളുടെ അവകാശം അംഗീകരിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം നടപ്പാക്കുക, ക്ഷേമനിധി പെൻഷനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഈ തവണ നമുക്ക് കൈനിറയെ നമ്മൾ ആഗ്രഹിക്കുന്ന ബോണസ് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ, 15,000-ൽ കുറയാത്ത ബോണസ് നമുക്ക് കിട്ടാൻ ധനകാര്യമന്ത്രിയുടെ സഹായം വേണം. അതേ ഇതിനകത്ത് ഇടപെടണം. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോണസ് എത്ര? 9,000. അത് തന്നെ സ്റ്റാറ്റസ് കോ. ഓരോ ബോണസ് ചർച്ചയിലും പറയും സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 9,000 അല്ലേ? അതാണ് സ്റ്റാറ്റസ് കോ. ഇന്നിപ്പോ ബോണസ് അങ്ങോട്ട് കൂടുമ്പോ യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൂടെ പറയും, ശരി നമുക്ക് സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ 9,500. അവിടെ ആർജവത്തോടു കൂടി പറയാൻ CIT ഉണ്ടോ? AITC തയ്യാറാണോ? ഈ 9,500 കൊണ്ട് ഇത്തവണ ബോണസ് കൊടുക്കാൻ കഴിയില്ല തൊഴിലാളികൾക്ക്. അതുകൊണ്ട് ഒന്നും ആകില്ല. അതുകൊണ്ട് അവരുടെ ന്യായമായ ബോണസ് 15,000 രൂപയിൽ കുറയാത്ത ബോണസ് ഈ കശുവണ്ടി തൊഴിലാളി കൊടുക്കണമെന്ന് പറയാൻ CIT-യും AITC-ക്കും ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? അത് നിങ്ങൾ തയ്യാറാണോ? മന്ത്രി അതിന് ശ്രമിക്കുമോ? മിസ്റ്റർ ബാലഗോപാൽ, നിങ്ങൾക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരിന്റെ വില എന്തെന്നറിഞ്ഞാൽ, അവരുടെ കുടുംബം അനുഭവിക്കുന്ന യാതനകളും വേദനകളും പട്ടിണിയും പരിവട്ടവും കുഞ്ഞുങ്ങളുടെ പഠിത്തവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ ബാലഗോപാൽ, കേരളത്തിന്റെ ധനകാര്യമന്ത്രി, കൊല്ലം ജില്ലയിൽ നിന്ന്
MLA ആയി, മന്ത്രിയായി, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ 4 വർഷം കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലയോ ധനകാര്യ വകുപ്പ് മന്ത്രി. കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി സിവിൻ സത്യൻ, സൂരജ് രവി, പി ജർമിയാസ്, എഴുകോൺ നാരായൺ, ഡി ഗീതാകൃഷ്ണൻ, കോതേത്ത് ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ അനാവശ്യ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. ഓണത്തിന് മുൻപ് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അനാവശ്യ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഓണത്തിന് മുമ്പ് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകാൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഭരണസമിതി കാണിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് ജോലി ദിനങ്ങൾ പ്രതിവർഷം മിനിമം 200 ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്താകമാനമുള്ള 26 കോടിയോളം തൊഴിലാളികൾക്കായി ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടാകാത്ത അതിബൃഹത്തായ ഒരു തൊഴിൽ അവസരമാണ് 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വഴി നമ്മുടെ രാജ്യത്ത് സംജാതമായി. ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് B ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. BS വിനോദ സമര പ്രഖ്യാപനം നടത്തി. ചെയ്ത ജോലിയുടെ കൂലി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മളിപ്പോൾ ഉന്നയിക്കുന്നത്. ഓണക്കാലമാണ്, ജോലിയില്ല, ചെയ്ത ജോലിയുടെ കൂലിയില്ല. അങ്ങനെ പട്ടിണി പാവങ്ങളായ ഈ തൊഴിലാളികൾക്ക് ഓണത്തിന് 5000 രൂപ ബോണസ് നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. SM ഇക്ബാൽ, G ബിജു, R നകുലൻ, ബിപിൻ രാജ്, മെഹർഷാദ്, R സുധാകരൻ, ശ്യാംകുമാർ, സുബിൻ ഷാ, ഋഷിത, ശ്രീകല, കൊല്ലടിയിൽ രാധാകൃഷ്ണൻ, ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ലോറി ഡ്രൈവറെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. പുനലൂർ കുന്നിക്കോട് സ്വദേശികളായ അൻഷാദ് ഷാ, അജ്മൽ ഷാ എന്നിവരാണ് അറസ്റ്റിലായത്. തെന്മല ദേശീയപാതയിൽ കാറിൽ സഞ്ചരിച്ച സഹോദരങ്ങളാണ് കഴിഞ്ഞ രാത്രി ലോറി തടഞ്ഞിട്ട് ഡ്രൈവറെ മർദ്ദിച്ചത്. ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ ആദ്യം കേസെടുക്കാൻ വിസമ്മതിച്ച പോലീസ് പിന്നീട് ഡ്രൈവറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നിയമ നടപടി ആരംഭിച്ചത്. ലോറി ഡ്രൈവർ കോഴിക്കോട് കരിവട്ടൂർ സ്വദേശി വിഘ്നേഷിനാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വിഘ്നേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 തിരുമംഗലം ദേശീയപാതയിൽ തെന്മല MSLലാണ് സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് വരികയായിരുന്ന ലോറിയുടെ റിവേഴ്സ് ഗിയർ ലൈറ്റ് പ്രകാശിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത്. കാറിലെത്തിയ 3 അംഗ സംഘം ലോറി ഡ്രൈവറുമായി തർക്കിക്കുകയായിരുന്നു. കാർ കുറുകെയിട്ട് വാഹനം തടഞ്ഞ ശേഷം ഡ്രൈവറെ വലിച്ചിറക്കി ലോറിയിലെ കയർ കെട്ടുന്ന ഹുക്കിൽ തലയിടിപ്പിക്കുകയും തറയിൽ തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ തെന്മല പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഓഗസ്റ്റ് 26 മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കും 26 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയെ തുടർന്നാണ് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത 5 ദിവസം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള മുന്നറിയിപ്പും 26 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഓഗസ്റ്റ് 25 വടക്കു പടിഞ്ഞാറൻ ബംഗാൾ കടലിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത്. ഓഗസ്റ്റ് 26 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 22 മുതൽ 24 വരെ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കു പടിഞ്ഞാറൻ മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവയോട് ചേർന്ന സമുദ്രഭാഗങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. 25 മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും തെക്കു പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ, മധ്യകിഴക്കൻ അറബിക്കടലിലും
മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. മധ്യകിഴക്കൻ വടക്കുകിഴക്കൻ അറബിക്കടൽ മേഖലയിൽ ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായി കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. 26-ന് തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിലും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും ഇവയോട് ചേർന്നുള്ള സമുദ്രഭാഗങ്ങളിലുമാണ് 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത്. ഇത് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ നഗരമധ്യത്തിലുള്ള പാലങ്ങൾക്ക് സുരക്ഷാ വേലിയില്ലാത്തത് ഭീഷണിയാകുന്നു. നിരവധി ആളുകൾ ജീവനൊടുക്കുന്നതും ആറ്റിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിനും ഇത് കാരണമാകുന്നു. നഗരമധ്യത്തിലൂടെ നിറഞ്ഞൊഴുകുന്ന കല്ലടയാറിന് കുറുകെ ദേശീയപാതയിൽ വലിയ പാലവും സമാന്തരമായി ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലവുമുണ്ട്. പുനലൂർ നഗരത്തിൽ കല്ലടയാറിന് കുറുകെ ദേശീയപാതയിലുള്ള വലിയ പാലവും പുനലൂർ തൂക്കുപാലത്തിനു മുകളിൽ നിന്ന് നിരവധി പേരാണ് ആറ്റിലേക്ക് ചാടി മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മധ്യവയസ്കൻ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആളുകൾ കണ്ടുകൊണ്ടു നിൽക്കെയാണ് വലിയ പാലത്തിൽ നിന്ന് ഇയാൾ ആറ്റിലേക്ക് ചാടിയത്. ഇരുപാലവും ആർക്കും ആറ്റിലേക്ക് ചാടാൻ കഴിയുന്ന നിലയിലാണുള്ളത്. വലിയ പാലത്തിന്റെ നടപ്പാതയിലൂടെ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ ഇതിന്റെ മുകളിലൂടെ കയറിയാണ് പലരും 50 അടിയോളം താഴ്ചയിലുള്ള ആറ്റിലേക്ക് ചാടുന്നത്. പാലത്തിന്റെ കൈവരിക്കും വലിയ പൊക്കമില്ലാത്തതിനാൽ ആയാസമില്ലാതെ ആറ്റിലേക്ക് ചാടാൻ കഴിയും. പാലങ്ങളുടെ അടിയിലും ഇരുവശത്തും വലിയ കയവും വെള്ളവും കൂടുതലാണ്. വലിയ അടിയൊഴുക്കുമുള്ളതിനാൽ ഇവിടെ വെള്ളത്തിൽ വീഴുന്നവർ രക്ഷപ്പെടുക അസാധ്യമാണ്. മാലിന്യം വാഹനത്തിലെത്തിച്ച് പാലത്തോട് ചേർത്ത് നിർത്തി ആറ്റിൽ തള്ളുന്നതും രാത്രി സമയങ്ങളിൽ പതിവാണ്. ഇത് കണ്ടുപിടിക്കാൻ പാലത്തിലോ സമീപത്തോ നിരീക്ഷണ ക്യാമറകളില്ല. പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് TB ജംഗ്ഷനിൽ പോലീസ് നിരീക്ഷണ ക്യാമറയുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ്. ഈ ക്യാമറ പ്രവർത്തിച്ചാലും പാലത്തിന്റെ ഇങ്ങേയറ്റം വരെ ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ്. പാലങ്ങളുടെ കൈവരിക്ക് മുകളിൽ സുരക്ഷാ വേലി നിർമ്മിച്ചാൽ ആളുകൾ ആറ്റിൽ ചാടുന്നതും മാലിന്യം തള്ളുന്നത് തടയാനുമാകും. ദേശീയപാതയിൽ കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. പുനലൂരിൽ ദേശീയപാത അധികൃതരോ നഗരസഭയോ ഇതിന് തയ്യാറാകുന്നില്ല. നഗരസഭ NH അധികൃതർ കല്ലടയാറിന് കുറുകെയുള്ള പുനലൂർ വലിയ പാലത്തിൽ കൈവരിക്ക് മുകളിൽ സുരക്ഷാ വേലി നിർമ്മിച്ചാൽ ആളുകൾ ചാടുന്നതും മാലിന്യം തള്ളുന്നതും തടയാനാകും. എന്നാൽ കൈവരിക്ക് മുകളിൽ സുരക്ഷാ വേലി നിർമ്മിക്കേണ്ടത് നഗരസഭയാണെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞു. NH സുരക്ഷാ വേലി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാറില്ല. അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് കണ്ടെത്തി സുരക്ഷാ വേലി നിർമ്മിക്കുന്നത്. പുനലൂരിലെ ഈ സ്ഥിതി MLAയുടെ സാന്നിധ്യത്തിൽ നേരത്തെ നടത്തിയിട്ടുള്ള ബന്ധപ്പെട്ടവരുടെ അവലോകന യോഗത്തിൽ അറിയിച്ചതായാണ് ദേശീയപാത പുനലൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ രാഹുൽ രാജിവെച്ചെന്നും പാർട്ടിയുടെ അഭിപ്രായം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടിയുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. മറ്റേ വലിയൊരു വിഷമുണ്ടാകുന്ന കാര്യമാണോ ഉദ്ദേശനായ MP-യുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ച? അല്ല, അതിപ്പോ മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒന്നുകൂടെ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. AICCയുടെ മുമ്പിൽ ഒരു പരാതി, ഒരു MP-യുടെ തന്നെ മകള് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളിൽ കാണുന്ന വിവരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ തുടരെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ വസ്തുതകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചില്ല. എന്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു തെളിവുകളോ ഏതെങ്കിലും തരത്തിലുള്ള കിട്ടിയിട്ടില്ല. മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയിൽ തെളിവുകൾ നൽകുന്നുണ്ട്. ഞാൻ പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഇവരൊന്നും അന്വേഷിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഓണാഘോഷവും 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓച്ചിറ ടൗണിൽ ഗതാഗത നിയന്ത്രണം. ഈ മാസം 25-ാം തീയതി മുതൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനം. പാർക്കിംഗ് സൗകര്യം വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കും. ടൗണിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം ഒരുക്കും. ഓണാഘോഷവും 28ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓച്ചിറ ടൗണിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പുകളുടെ യോഗം
ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്നത്. ഈ മാസം 25 മുതൽ ഓച്ചിറയിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. കല്ലൂർമുക്ക്, വലിയകുളങ്ങര ജംഗ്ഷൻ, ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നും ബൈ റൂട്ടുകളിൽ നിന്നും വരുന്നവർക്ക് പാർക്കിംഗ് സംവിധാനവും ഒരുക്കും. വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം സുഗമമാക്കാനും തീരുമാനമായി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും വിശ്വസമുദ്രയുടെയും NHന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് വരുന്ന ഓണക്കാല തിരക്കൊഴിവാക്കുന്നതിന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. യോഗത്തിൽ വെച്ച് ഓച്ചിറയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് NHന്റെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി നമുക്ക് വൺ വേ സൗകര്യം ഒരുക്കി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 25-ാം തീയതിയോളം 25-ാം തീയതിയോടുകൂടി തന്നെ നമ്മുടെ ഗതാഗത നിയന്ത്രണം കുരുക്ക് ഒഴിവാക്കി തരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, RD പത്മകുമാർ, ലത്തീഫ ബീവി, ശ്രീലത പ്രകാശ്, അജുമൽ, ഗീത രാജു, മിനി പൊന്നൻ, മാളു സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലവും 28 ഓണക്കാലവുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ജനത്തിരക്കും അപകടങ്ങളും ഉണ്ടാകുന്നത് ഭീഷണിയായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ പഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തരമായി വിവിധ ഏജൻസികളുടെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ഈ കമ്മിറ്റിയിൽ വെച്ച് തന്നെ ഏകദേശം 25-ാം തീയതി കൂടി തന്നെ ഓച്ചിറ ടൗണുമായി ബന്ധപ്പെട്ട വൺ വേ സംവിധാനം ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ കല്ലൂർമുക്ക്, വലിയകുളങ്ങര ചന്ത അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ മാറ്റി അവിടെ ലാൻഡിംഗ് സംവിധാനം സ്ഥാപിക്കുമെന്നും ഇവിടെ വെച്ച് ഏകദേശം ധാരണയായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഓണക്കാലം ഗതാഗത കുരുക്കില്ലാത്ത രീതിയിൽ വളരെ ക്രിയാത്മകമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകുന്ന അറിയിക്കുക. വിവിധ വകുപ്പ് തല മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലെ അനധികൃത കച്ചവടം. വീണ്ടും കച്ചവടക്കാരെ ഒഴിപ്പിച്ച് പോലീസ്. ആർക്കിയോളജി വകുപ്പിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി. ലോറി ഡ്രൈവറെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സംഭവത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. പുനലൂർ കുന്നിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. തെന്മലയിൽ ദേശീയപാതയിലായിരുന്നു സംഭവം. കശുവണ്ടി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളും ജീവിതോപാധികളും സംരക്ഷിക്കണമെന്ന ആവശ്യം. കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികളുടെ മാർച്ചും പ്രതിഷേധ സംഗമവും. കേരള കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUC ആണ് സമരം സംഘടിപ്പിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഓഗസ്റ്റ് 26-ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കും 26-ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.